വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിൻ്റെ 4ാമത്തെ ലിങ്കാണ് ഇന്ന് നമ്മൾ ഇടുന്നത്. അതായത് ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികളെക്കുറിച്ചായിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും കേട്ടോ, ഈ 4 എണ്ണമായിരുന്നു വന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റിൽ പഠിക്കേണ്ടത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. പോർച്ചുഗീസുകാരെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിച്ചായിരുന്നു. ഇവർ വന്നതിന് ശേഷം എന്തെല്ലാമാണ് ഇവിടെ നടന്നത് അല്ലേ. കടൽ മാർഗം വഴി ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ വാസ്കോഡഗാമയാണെന്നും വാസ്കോഡഗാമയെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചായിരുന്നു. ഇവർ വന്നതിന് ശേഷം കുറേ വാക്കുകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. ഓർമ്മയുണ്ടോ? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻകോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു? കുഞ്ഞാലിമരക്കാർ മൂന്നാമനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം രാഷ്ട്രീയ മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, അല്ലെ കാർഷിക മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, ഇല്ലേ വിജ്ഞാന മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, സാംസ്കാരിക മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. കറക്റ്റ് സത്യം പറഞ്ഞാൽ അത് പഠിച്ചാൽ തന്നെ എന്താ നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ വിജ്ഞാന മേഖലയിൽ വെച്ചാൽ അവർ അച്ചടി, പോർച്ചുഗീസുകാർ വന്നപ്പോൾ എന്താ അച്ചടി വിദ്യ പ്രചരിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങളൊക്കെ അവർ ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും ഒക്കെ ആരംഭിച്ചു ഇല്ലയോ. കാർഷിക മേഖലയിലാണെങ്കിൽ കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നിവയൊക്കെ നമ്മളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ഇല്ലേ. രാഷ്ട്രീയ മേഖലയിലോ കൊച്ചിയിൽ അവർ എന്ത് ചെയ്തു? ആദ്യത്തെ യൂറോപ്യൻ കോട്ട അവർ ഇന്ത്യയിലെ കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദമാൻ, ദിയു എന്നീ പ്രദേശങ്ങളെല്ലാം പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായി ഇല്ലേ. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഡച്ചുകാരാണ്. രണ്ടാമത്തെ ആളാരാ? ഡച്ചുകാരെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇന്ത്യയിലെ പ്രധാന ഡച്ച് വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? എല്ലാത്തിൻ്റെയും ഇപ്പോൾ പോർച്ചുഗീസ് ഏതാണെങ്കിലും അതിൻ്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളൊന്നും അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ് ഡച്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ കേട്ടോ. ട്രേഡ്. ഇനി അതിനകത്തിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് കേട്ടോ. എന്താണ് കുളച്ചൽ യുദ്ധം എന്നാൽ എന്ത്? അതായത് നമ്മളിത് 1, 2, 3 പാർട്ടിൽ 1, 2 ആദ്യത്തെ ഒരു 8 ക്വസ്റ്റ്യൻ ആൻസർ അല്ല 8, 9 ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഒന്നാമത്തെ പാർട്ടി ഇട്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ. രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് വായിക്കുകയായിരുന്നു. ടെസ്റ്റിൻ്റെ ഒരു പകുതി അല്ലേ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. കാരണം ടെസ്റ്റ് വായിച്ച് എന്ന് അറിയാൻ വേണ്ടി കുറേ പേര് കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് നിങ്ങളെ ടെസ്റ്റ് വായിച്ചത്. മൂന്നാമത്തെ പാർട്ടിലാണ് നമ്മൾ പകുതിയോളം ക്വസ്റ്റ്യൻ ആൻസർ മൂന്നാമത്തെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ പാർട്ടായിട്ട് കയറി കാണണം കേട്ടോ. ചാടി കയറി മൂന്നിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്താണെന്നൊക്കെ, അതായത് സോഷ്യലാണ് എന്ന് വെച്ചാൽ ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ. ഇനി അതിനകത്തിൽ തന്നെ ഈ ഡച്ചുകാർ ഇന്ത്യയിലെ പ്രധാന, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ പ്രധാന ഡച്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഇതെന്താ കുഞ്ഞുങ്ങളെ? പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. 2 2 വ്യാപാര കേന്ദ്രങ്ങൾ എവിടാണ്, വാണിജ്യ കേന്ദ്രങ്ങൾ എവിടൊക്കെയാണ്? ഇതൊക്കെ തിരിഞ്ഞു പോവല്ലേ, കറക്റ്റായിട്ട് തന്നെ എഴുതിയെടുക്കണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ 3ാമത്തെ പാർട്ടിൽ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞ് തന്നതാണ്. അത് കയറി കാണണേ. എന്നിട്ട് വേണം നമുക്ക് ഇന്ന് ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ, അവിടെ വരെ അല്ലേ കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് അല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുഞ്ഞുങ്ങളെ ഹോർത്തൂസ് മലബാറിക്കൂസ് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണം. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും എല്ലാം നമ്മൾ പറഞ്ഞതാണ്, ടെസ്റ്റും വായിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ E.T. അച്യുതൻ എന്നാണ് ജനിച്ചത്, എവിടാണ് ജനിച്ചത്, അതിനെക്കുറിച്ചുണ്ട്. ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ രചനയ്ക്ക് സഹായം നൽകിയ മലയാളി വൈദ്യൻ ആരാണ് അല്ലേ? E.T. അച്യുതൻ. കേട്ടോ. E.T. അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ ഒരു പടം തന്നിട്ട് ആ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ സസ്യം ഏതാണെന്ന് നമ്മളോട് ചോദിച്ചായിരുന്നു. ചൂണ്ടപ്പന. ഇന്നലെ നമ്മൾ എടുത്തത് അല്ലേ, കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇട്ടതാണ്. ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ രചനകളിൽ പങ്കാളികളായ 3 പേരുടെ പേര് അപ്പുഭട്ട്, വിനായക ഭട്ട്, രംഗഭട്ട് അല്ലേ കുഞ്ഞുങ്ങളെ. അത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ഫ്രഞ്ചുകാരെ കുറിച്ചാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ട് കയറുക കുഞ്ഞുങ്ങളെ, ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പാഠത്തിനകത്തിൽ 4 യൂറോപ്യരെ കുറിച്ചാണ് അല്ലേ, ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ അല്ലേ, ഫോറിൻ പവേഴ്സ് ദാറ്റ് കെയിം ടു ഇന്ത്യ. ആരൊക്കെയാണ്? 4 പേര്. പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞു. ഇനി ബ്രിട്ടീഷ്, ഫ്രാൻസ്, ഇവരെ 2 പേരെ കുറിച്ചുമാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. അതിനകത്ത് നമ്മൾ ഫ്രഞ്ചുകാർ നോക്കണേ കുഞ്ഞുങ്ങളെ. ഫ്രഞ്ചുകാർ അതായത് ടെസ്റ്റ് ഞാൻ ആ ടെസ്റ്റ് ഒന്ന് വായിക്കാം കുഞ്ഞുങ്ങളെ. അഥവാ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നോക്കൂ കുഞ്ഞുങ്ങളെ, ഫ്രഞ്ചുകാർ പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ?
ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ സംഭവം മനസ്സിലാക്കണം കുഞ്ഞില്ലേ. മലയാളമാണെന്ന് വിചാരിച്ച് തിരിഞ്ഞിരിക്കല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആ ഇംഗ്ലീഷിൻ്റെ മലയാളം അർത്ഥമല്ലേ ഈ പറഞ്ഞു തരുന്നത്. സോഷ്യൽ എപ്പോഴും സംഭവം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ചോദ്യം എങ്ങനെ വേണമെങ്കിലും വരരുതോ. അതുകൊണ്ട് നോക്കിക്കേ, ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം നോക്കണേ, ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്. അവർക്ക് ശേഷം നമ്മൾ ആദ്യം 1, 2 പഠിച്ചതാണ് അല്ലേ. ഇനി അടുത്ത ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാർ കേട്ടോ. ബ്രിട്ടീഷുകാർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരാണ്. പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ ഇതിനകത്ത് തന്നെ ഇംഗ്ലീഷുകാരും ഉണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇതിനകത്ത് തന്നെ ഉണ്ട്. അതായത് ആദ്യമേ പോർച്ചുഗീസുകാർ വന്നു അല്ലേ, രണ്ടാമത് ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുമാണ് അല്ലേ. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരെന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണ ഇന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അത് നമ്മൾ നേരത്തെ ഒന്ന് വായിച്ചത് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് പാർട്ടിൽ അല്ലേ, ഫസ്റ്റോ സെക്കൻഡോ വായിച്ചതാ. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തങ്ങളിലായിരുന്നു? ബ്രിട്ടീഷുകാർ. ഒരു മാർക്കിൻ്റെ ചോദ്യം കേട്ടോ, ഇതൊന്നും നിസ്സാരമായിട്ട് കരുതല്ലേ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ഇവരിൽ ആരാ ജയിച്ചത്? ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പുതുച്ചേരി എന്ന് പറയുന്നില്ല, പുതുച്ചേരിയുടെ പേരാ പോണ്ടിച്ചേരി കേട്ടോ. യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായിട്ട് അങ്ങ് ചുരുങ്ങി. ഫ്രഞ്ചുകാർ പിന്നെ എവിടെ? ഈ 4 സ്ഥലം ഈ ഫ്രഞ്ചുകാർ ഇതിലൊതുക്കിയതാ. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. ഇംഗ്ലീഷുകാരൊക്കെ പറയാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ഈ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് നമ്മുടെ ഫ്രഞ്ചുകാരുടെ ആധിപത്യമായി. പിന്നോ എവിടെ ഇന്ത്യയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് ഇന്ത്യയുടെ യാനം, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, നാഗപട്ടണം. കണ്ടോ, നമ്മളിവിടെ കേരളം, നമ്മളിവിടെ അതിൻ്റെ ഓപ്പോസിറ്റ്. എല്ലാവരുടെയും ഈ ടെസ്റ്റ് ഉണ്ടോ കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ എവിടൊക്കെയാണ് ഈ സ്ഥലമെന്ന് മനസ്സിലായോ? നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, ഇത് ഉറപ്പാണ് കുഞ്ഞുങ്ങളെ, ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഈ കർണാട്ടിക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പടം കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെ പറയുന്നുണ്ട് അല്ലേ. ഇന്നത്തെ തമിഴ്നാടുണ്ടല്ലോ, തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും പിന്നെയോ തെക്കൻ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. മൊത്തം എത്രണ്ണോ? 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നായിരുന്നു കുഞ്ഞുങ്ങളെ. അതിൻ്റെ തൊട്ട് താഴെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നോട്ടൊക്കെ ഇതിൻ്റെ എന്തൊക്കെയുണ്ടോ നോട്ടുകൾ എഴുതിയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ, അപ്പോൾ അത് ഞാൻ അവിടെ പറയാം. അടുത്ത കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. ഇനി നോക്കിയേ, കച്ചവടം ആരാ? ഫ്രഞ്ചുകാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അവരുടെ കച്ചവടം, ബാക്കിയുള്ള പോർച്ചുഗീസുകാർ എന്തൊക്കെ കൊണ്ടുവന്നു എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഡച്ചുകാരെങ്ങനെയൊക്കെയായിരുന്നു കച്ചവടം നടത്തി, എന്തൊക്കെയായിരുന്നു ഇവിടെ നടത്തിയെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ചും പിന്നെ ഏതാ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഫ്രഞ്ചുകാർ വന്നത് കേട്ടോ. അത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇവിടെ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തല്ലോ. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്. ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 1600 ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കേൾക്കുമ്പം തന്നെ സോഷ്യൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡേറ്റ് പഠിക്കുക എന്നതാണ് ഒന്നാമത്തെ ജോലി കേട്ടോ. പിന്നെ സ്ഥലപ്പേര് പഠിക്കുക എന്നതാണ് കേട്ടോ. 1600 കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കേട്ടോ. പിന്നെ അവിടെ ഒരു കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ക്യാപ്റ്റൻ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നമ്മൾക്കൊരു മാർക്കിന് ചോദിക്കാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു? ആരാ കുഞ്ഞുങ്ങളെ? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കാം, അതുകൊണ്ട് വൃത്തിയായിട്ട് പേരുകൾ പഠിക്കണം. അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന്, അന്നത്തെ 1600 കാര്യമാണ്. അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം അല്ലെ ഒരു ഫാക്ടറി അവർ സ്ഥാപിച്ചു.
തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. ഇതിനെ തുടർന്ന് മദ്രാസ്, അല്ലേ, ഇന്നത്തെ ചെന്നൈ, ബോംബെ, ഇന്നത്തെ മുംബൈ, കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സ്ഥലങ്ങളൊക്കെ ഇടപെടാൻ തുടങ്ങി. നോക്കണേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത്, നോക്കണേ നിങ്ങളെ, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് കേട്ടോ. പ്ലാസി യുദ്ധം എന്നാൽ എന്താണെന്നൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, നോട്ടിലുണ്ടോ നിങ്ങളെ കേട്ടോ. എന്നാണെന്ന് അറിഞ്ഞിരിക്കണേ. നമ്മളിപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന 1600, പ്ലാസി യുദ്ധം എന്ന 1757. ഡേറ്റ് എല്ലാം ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. പിന്നെ ബംഗാളിലെ നവാബായിരുന്ന, നോക്കണേ, ബംഗാളിലെ നവാബിൻ്റെ പേര് നോക്കണേ, സിറാജ് ഉദ് ദൗള എന്നാണ് കേട്ടോ. സിറാജ് ഉദ് ദൗള നമ്മൾ ഒറ്റയടിക്ക് പറയുന്നെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ സിറാജ് ഉദ് ദൗള എന്നാണ് കേട്ടോ. സിറാജ് ദൗള നമ്മൾ ഒത്തിരിയും പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ആവുന്നതാണ്. എഴുതുമ്പം സിറാജ് ഉദ് ദൗള കേട്ടോ. എവിടുത്തെ ബംഗാളിലെ നവാബ് എന്ന് വെച്ചാൽ രാജാവായിരുന്ന സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ അങ്ങ് പരാജയപ്പെടുത്തി. ഏത് യുദ്ധത്തിലാണ്? ഈ പ്ലാസി യുദ്ധത്തിൽ അങ്ങ് പരാജയപ്പെടുത്തി. ആരെയാ കുഞ്ഞുങ്ങളെ പരാജയപ്പെടുത്തിയത്? ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം വന്നിട്ട് ഈ പ്ലാസി യുദ്ധത്തിൽ അങ്ങ് പരാജയപ്പെടുത്തി. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. നോക്കണേ കുഞ്ഞുങ്ങളെ, കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും അവർ ചെയ്തു. എന്നിട്ട് 1764 ബക്സാർ യുദ്ധം എന്താ കുഞ്ഞുങ്ങളെ, അതും അതിൻ്റെ ഡേറ്റ് ഓർത്തോണേ. പ്ലാസി യുദ്ധം 1751. ഈ യുദ്ധങ്ങളുടെ എല്ലാം ഡേറ്റ് എഴുതണേ. പ്ലാസി യുദ്ധം 1757, ബക്സാർ യുദ്ധം 1764 കേട്ടോ. ഈ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ, ബക്സാറിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം അവർ കമ്പനി അങ്ങ് സ്വന്തമാക്കി. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ച് അവർ യുദ്ധമുണ്ടായപ്പോൾ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കുന്ന ആൾക്കാരുടെ നികുതി പിരിക്കാനുള്ള അവകാശം ഈ കമ്പനി അങ്ങ് സ്വന്തമാക്കി. ഇതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി വന്നു. ഇവരിതെല്ലാം ഒരറ്റത്തുനിന്ന് പിടിച്ചെടുക്കുക അല്ലേ. ഇതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ. മുഗൾ ഭരണാധികാരിയായിരുന്ന, നോക്കണേ കുഞ്ഞുങ്ങളെ, മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഓരോരുത്തരുടെയും പേര് നോക്കണേ. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ, അതൊരു സ്ഥലമാണ്, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള നമ്മൾ സ്പീഡിൽ നിന്ന് പറയുന്നതിലും മുമ്പ് സിറാജ് ഉദ് ദൗള ഇല്ലേ, ഇവിടെ ഷുജാ ഉദ് ദൗള, എല്ലാം ഉദ് ദൗളയാട്ടോ. ദൗള ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാർ ആരെയൊക്കെയാണ് പരാജയപ്പെടുത്തിയത്? ഇവിടെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിയിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ, അവരുടെ സൈന്യമുണ്ടല്ലോ, അവരെയെല്ലാം ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഓക്കെ ആണോ നിങ്ങളെ? അപ്പം മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങൾ കമ്പനി ഇടപെടാനിടയായ സാഹചര്യങ്ങൾ എന്തോന്നൊന്ന് എഴുതാൻ ചോദിക്കും. നിങ്ങൾ ഇതിൽ നിന്ന് ഒരു 2-3 വരിയൊക്കെ ഒന്ന് എഴുതണം കേട്ടോ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ അങ്ങ് പിടിച്ചടക്കാം. റോബർട്ട് ക്ലൈവ് പറഞ്ഞു.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചല്ലോ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? ഇങ്ങനൊരു ചോദ്യം ഉണ്ടോ നിങ്ങളുടെ ടെസ്റ്റിൽ? ഉണ്ട്. എന്താ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന, ഒരു മാർക്കിന്റെ അതൊരു ചോദ്യമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവൻ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവൻ ആരാണ്? റോബർട്ട് ക്ലൈവ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് 2000 പട്ടാളക്കാരെ ഇങ്ങോട്ട് അയച്ചതാ, ഞാൻ ഇപ്പം ഇന്ത്യയെ പിടിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, നിങ്ങളുടെ ഇംഗ്ലീഷ് നോക്കണേ നിങ്ങളെ ഇവിടെ കൊടുത്തേ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, ഈ 2 അങ്ങ് എഴുതി വെക്കണം കേട്ടോ. ഈ പോയിന്റിനൊക്കെ 2 മാർക്കാ കേട്ടോ. ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ. പിന്നോ ആ 2 അങ്ങ് എഴുതണം കേട്ടോ. ബാക്കി ഞാൻ നോട്ടിൽ തരാം. ഇനി ഇതുകൂടെ വായിച്ചിട്ട് പറയാം കുഞ്ഞുങ്ങളെ, നോട്ട് പറയാം. നോക്കണേ, നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ അവർ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തിയത്. എന്നിട്ടോ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. 2 മാർക്കിന് ചോദിക്കാം കുഞ്ഞുങ്ങളെ, എന്താ ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ തമ്മില? ദക്ഷിണ ഇന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂറൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിനകത്തിലെ മൈസൂറിൽ പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കേട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞാൻ മൈസൂർ സോപ്പും മൈസൂർ സാൻഡൽ സോപ്പ് എന്നൊക്കെ പറയുന്നതൊക്കെ മേടിച്ച് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ മൈസൂറിൽ പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേട്ടോ. നമ്മുടെ സ്കൂളുകളിൽ നിന്ന് മിക്കവാറും ടൂറ് പോകുന്നതൊക്കെ മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ ഇവിടെയൊക്കെ അല്ലേ. അപ്പോൾ പോയവരൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മൾ മൈസൂറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാട്ടോ. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിത് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ അല്ലേ. ചില വാക്കുകളൊക്കെ നമുക്ക് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ കേട്ടോ. ആരൊക്കെ തമ്മില? മൈസൂറും ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേട്ടോ. നിങ്ങൾ ഈ ക്ലൂ ഒക്കെ എഴുതി വെച്ചേക്കണം. ഇപ്പം എന്നാണ് നടന്നത്, അല്ലെ ആരൊക്കെ തങ്ങളിലാണ് എഴുതിയത് ഒക്കെ ക്ലൂ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. ഈ യുദ്ധം നടന്നപ്പോൾ എന്താണ്, മൈസൂറിൻ്റെ ഭരണാധികാരിയായ ആരായിരുന്നു? ഇതൊക്കെ 1 മാർക്കിൻ്റെ കേട്ടോ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ മകനാണ് ടിപ്പു സുൽത്താൻ. ഈ 2 പേരുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. അങ്ങനെ നമ്മുടെ ഹൈദരലി മരിച്ചപ്പം മോൻ എന്ത് ചെയ്തു? ഈ ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ എല്ലാം അദ്ദേഹമായിരുന്നു നയിച്ചത്. അവിടെ പടം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് കേട്ടോ. 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ നോക്കിയേ, എന്നാണ് ടിപ്പു സുൽത്താനെ വധിച്ചത്? 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ടിപ്പു സുൽത്താനെയും വധിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഏത്? മൈസൂർ. നോക്കണേ, മൈസൂറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദ്യം കാണും കുഞ്ഞുങ്ങളെ. ഇത്രയും പോയിന്റ് മൈസൂറിനെ മാത്രം ബേസ് ചെയ്താണ്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ മകനാണ് ടിപ്പു സുൽത്താനും. ഇവർ 2 പേരും കൂടാണ് ഇവരുടെ സേനയെ നയിച്ചത്. 4 തവണയാണ് കമ്പനി സൈന്യവും മൈസൂർ സുൽത്താനുമായി തമ്മിൽ ഏറ്റുമുട്ടിയത്. 1782 ഹൈദരലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? ഈ മൈസൂർ സേനയെ മൊത്തം അദ്ദേഹം മാത്രമായി എല്ലാരെയും കൂടെ നയിച്ചു. എന്നിട്ടോ 1799 4-ാം മൈസൂർ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂറും ബ്രിട്ടീഷുകാര് അവരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നോക്കണേ കുഞ്ഞുങ്ങളെ. അപ്പൊ മൈസൂറിന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്താ? അവർ ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തു. അടുത്ത ഇടത്തോട്ട് അവർ പോയി. മറാത്ത എന്ന് പറയുന്ന ഒരു രാജ്യം കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി
മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. മറ്റേത് ആംഗ്ലോ മൈസൂർ യുദ്ധം, ഇതോ ആംഗ്ലോ മറാത്ത യുദ്ധം. ഈ പേരൊക്കെ അറിയണമെന്നില്ല കേട്ടോ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരെ നിയന്ത്രണത്തിലാക്കി. ഈ ബ്രിട്ടീഷുകാർ നിസ്സാരക്കാരല്ല, എല്ലാം എന്താ അവരോ എങ്ങനെ അടിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ അവർ നേടിയെടുത്തോണ്ടിരിക്കുക. മൈസൂർ അവർ കൈക്കലാക്കി. പിന്നെ നിങ്ങളെ മറാത്ത എന്ന് പറയുന്ന രാജ്യവും എന്ത് ചെയ്തു, അവരെന്ത് ചെയ്യും, മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ, മൂന്നാമത്തെ യുദ്ധത്തോടു കൂടി നാലാമത്തെ യുദ്ധത്തിലാണ് നമ്മുടെ ടിപ്പു സുൽത്താനെ വധിച്ചിട്ട് മൈസൂർ എടുത്തത് അല്ലേ. ഇവിടെ മൂന്നാമത്തെ യുദ്ധം മറാത്തയിൽ നടന്നതോടുകൂടി ബ്രിട്ടീഷുകാർ മറാത്ത അവരെടുത്തു. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ, ഇനി സിഖുകാരുണ്ടല്ലോ അവരും തമ്മിൽ, ഈ തലയിലില്ല ജിങ്കിടാക്ക് എന്ന് പറഞ്ഞ് കളിക്കത്തില്ലേ, അവർ സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബും ബ്രിട്ടീഷ് അധീനതയിലായി. നോക്കണേ നിങ്ങളെ, ഇനി പഞ്ചാബിനെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെ എടുക്കുന്നത് നോക്കണേ. മറാത്ത എന്ന് പറയുന്ന രാജ്യം അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെട്ടിപ്പിടിച്ചു. പിന്നെ ബ്രിട്ടീഷുകാരെ മൈസൂർ അല്ലേ. പിന്നെ ഇപ്പം നോക്കിയേ പഞ്ചാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖുകാരെ അവർ പരാജയപ്പെടുത്തിയപ്പം ഈ പഞ്ചാബും ബ്രിട്ടീഷ് അധീനതയിലായി. ഓക്കെ ആണോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ നോക്കിക്കേ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള സ്കൂളുകളിൽ അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്, ഫ്രഞ്ച് വിപ്ലവം കേട്ടോ. അപ്പോൾ അതിനകത്തിലേക്ക് വലിയ എസ്സേ ആണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇതൊക്കെ 10-15 മാർക്കിൻ്റെയൊക്കെ എസ്സേ ആവും നിങ്ങളെ. ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് ഒരു 2-3 പേജിലൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വളരെ കുറച്ച് എഴുതിയാൽ മതി, എഴുതുന്നത് മെയിൻ നല്ല പോയിന്റുകളും ആയിരിക്കണം. നോക്കൂ നിങ്ങളെ, കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്തുമായിരുന്നു? ഈ കീഴടക്കിയ, നമ്മളിപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി എത്രത്തോളം അവരെ ഊറ്റിയെടുക്കാവൂ, അവരുടെ സമ്പത്ത് മൊത്തം കൈക്കലാക്കുക എന്നതായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായിട്ട് അവർ സ്വീകരിച്ച മാർഗങ്ങളാണ്, അതിനായിട്ട് ആൾക്കാരെ എന്ത് ചെയ്തു, മാർഗങ്ങളാണ് കച്ചവടം, നികുതി, പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. എന്തൊക്കെയാണ് നിങ്ങളെ? കച്ചവടത്തിലൂടെയും നികുതി പിരിവിലൂടെയും നികുതി പിരിച്ചും യുദ്ധങ്ങൾ നടത്തിയും ഒക്കെ എങ്ങനെയും ഒക്കെ അവർക്ക് കാശൊപ്പിക്കണമെന്നുള്ള രീതിയായി. നോക്കിക്കേ, അത് 3 തരത്തിലാണ് അവർ നികുതി കണ്ടോ, ടാക്സ്. നോക്കൂ നിങ്ങളെ, ഒന്നാമത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 പോയിന്റ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തത് ശാശ്വത ഭൂനികുതി. പേജ് നമ്പർ 15 താഴെ കാണുന്ന ആ ബോക്സ് ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ടോ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് ആണ് എൻ്റെ ഇംഗ്ലീഷുകാരുടെ. പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നായിരുന്നു 1793. ഇനി ഇത് നടപ്പാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തികൾ ആരാണ്? കോൺവാലീസ്. കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ നിങ്ങളെ, കോൺവാലീസ് പ്രഭു. ഇതിൻ്റെ സവിശേഷത എന്താ? ഇവർ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ട് എന്ത് സവിശേഷതകളാണ് ഉണ്ടാക്കിയത്? നോക്കണേ നിങ്ങളെ, ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഭൂമി ഉടമയുണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് 10 സെൻറ്റോ 20 സെൻറ്റോ അല്ലെ 1 ഏക്കറോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും സെമീന്ദാർമാരെ നിർത്തും. എന്ന് വെച്ചാൽ ഇത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ. അവരിതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അവർ ഭയങ്കര ടാക്സ് ആയിരുന്നു നമ്മുടെ ഭൂമിക്ക് വേണ്ടി അവർ പറഞ്ഞിരുന്നത്. അതാരാ കളക്ട് ചെയ്യുന്നത്? സെമീന്ദാർമാർ. ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഇനി വിളവിലുള്ള, നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമെന്നായിരുന്നു. നമ്മളിപ്പോൾ ഒരു വർഷം ഭയങ്കര ശക്തമായ മഴയാണെന്ന് വെച്ചു, നമ്മൾ നട്ടില്ല, ഒന്നും നമ്മൾ ആ വയലിലോ അല്ലെങ്കിൽ അയ്യത്തോ നട്ടില്ലെന്ന് വെച്ചു. പക്ഷേ എന്നാലും ഇവർക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് എല്ലാ വർഷവും കറക്റ്റായിട്ട് അവർക്ക് കൊടുത്തിരിക്കണം. അവരൊരു നിശ്ചിത എമൗണ്ട് പറയുന്നുണ്ട്, ആ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തേ ഒക്കത്തുള്ളൂ.
ഉള്ളൂ. നമ്മൾ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല, ഇല്ലേ? അപ്പം അതൊന്നും പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക നമ്മളെ പാവം പിടിച്ച കർഷകർ നിർബന്ധമായിട്ടും നികുതിയായിട്ട് നൽകണമെന്ന് ആയിരുന്നു എന്താ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ബംഗാൾ, ബീഹാർ, ഒറീസ ഇത് ഏതൊക്കെ സ്ഥലത്തായിരുന്നു ഇത് നടപ്പിലാക്കിയത്? ഇത് നടപ്പിലാക്കിയ വ്യക്തി എന്ന് വെച്ചാൽ കോൺവാലിസ് പ്രഭു ആയിരുന്നു. ഇതിൻ്റെ സവിശേഷത 2 എണ്ണമാണ് കേട്ടോ, പഠിക്കണേ. അടുത്ത രണ്ടാമത്തതാണ്, നോക്കിക്കേ, റയാട്ട് വാരി. റയോട്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞാലും മതി നിങ്ങളെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണേ. RYON, റയാട്ട് വാരി സമ്പ്രദായം. അത് 1820 ഇത് എവിടാണ്? ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമാണ്. ഇതാരാണ്? തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡോ. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും നോക്കണേ, കർഷകരെ ഭൂവുടമകളായിട്ട് പരിഗണിച്ചു. കർഷകരെല്ലാം ഭൂമിയുള്ളവരായിട്ട് അവർ പരിഗണിച്ചു. ബ്രിട്ടീഷുകാരെ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. ഇനി ആൾക്കാരെങ്ങനെ നിൽക്കേണ്ട, ഞങ്ങൾ വന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ തന്നെ വന്ന് ഈ കർഷകരിൽ നിന്നും നേരിട്ട് വന്ന്, കാരണം നമ്മൾ പറയുന്നതൊക്കെ അവർ വിശ്വസിക്കത്തില്ല. അങ്ങനെ അവർ നേരിട്ട് വന്ന് കണ്ടിട്ട് നികുതി പിരിക്കാൻ തുടങ്ങി. പിന്നോ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും നടാൻ പറ്റിയില്ലെന്നോ, നന്നത്തെ നമ്മുടെ കഷ്ടകാലത്തിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലേ, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് ആ വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ അത്രയും ഭൂമിയും അവരങ്ങ് പിടിച്ചെടുത്തോണ്ട് പോകും. ഇല്ലയോ, എന്തൊക്കെയായിരുന്നു. അടുത്ത മൂന്നാമത്തെ കുഞ്ഞുങ്ങളെ മഹൽവാരി സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ പേര് മറക്കല്ലേ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തത് എന്താ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് വെച്ചാൽ ഭൂമിയുള്ളവരുടെ കയ്യിൽ നിന്നെല്ലാം എന്ത് ചെയ്തു, അവരെ മൊത്തം ഊറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിളവിലെ ഏറ്റക്കുറച്ചിലുകളൊന്നും അവർക്കൊരു പ്രശ്നമില്ല. കറക്റ്റായിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണമായിരുന്നു. റയാട്ട് വാരിയിലും അങ്ങനെ തന്നെ ഭൂവുടമകളായിട്ടാണ് അവരെ പരിഗണിച്ചത്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് വന്നാണ് നികുതി പിരിച്ചിരുന്നത്. നികുതി നൽകുന്ന അതിൽ വീഴ്ച വരുത്തിയാൽ അവരെന്ത് ചെയ്തു? ഇപ്പം റയോട്ട് വാരിയുടെ സവിശേഷത എന്തോന്ന് ചോദിക്കുമ്പോൾ ഈ 3 എണ്ണം എഴുതണ്ട കേട്ടോ. റയോട്ട് വാരി സിസ്റ്റത്തിൻ്റെ സവിശേഷത എന്താ ചോദിച്ചാൽ ഈ 3 എണ്ണത്തിന് 3 മാർഗ്ഗം. നികുതി നൽകുന്നതും അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ കർഷകരുടെ ഭൂമി ഈ ബ്രിട്ടീഷുകാരങ്ങ് പിടിച്ചെടുത്തോണ്ട് പോകുന്നു. ഇനി അതുപോലെ കുഞ്ഞുങ്ങളെ മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സിസ്റ്റം എന്ന് വെച്ചാൽ അത് ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലായിരുന്നു. അതെന്താ? ഹോൾട്ട് മെക്കൻസി എന്നാണ് കേട്ടോ പേരൊക്കെ അറിയണേ. ഇവിടുത്തെ സവിശേഷത എന്ന് വെച്ചാൽ ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് അവർ കണക്കാക്കി നികുതി പിരിച്ചു. ഓരോ ഗ്രാമം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ആ ഗ്രാമത്തെ എല്ലാം കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് അവർ നികുതി പിരിച്ചു. പിന്നോ ഈ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് അങ്ങ് കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു എന്നാണ്. അപ്പോൾ അത്രയും ഞാൻ വായിച്ചത് അവിടെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഫ്രഞ്ച് അല്ലേ, നോക്കിയേ. After the Dutch, the British, അതായത് ഇംഗ്ലീഷ്, ആൻഡ് ദെൻ ദ ഫ്രഞ്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരുമാണ് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. പിന്നോ ദ വാർസ് ഫോർട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഫോർ ഡൊമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആർ നോൺ ആസ് ദ കർണാട്ടിക് വാർ. എന്താണ് കർണാട്ടിക് വാർ എന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ് കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. അതായത് ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധം. നമ്മൾ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചു. പ്ലാസി യുദ്ധം, കർണാട്ടിക് യുദ്ധം അല്ലെ, ബോക്സർ കലാപം, ഇതൊക്കെ ആരൊക്കെ തങ്ങളിലാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദ ബ്രിട്ടീഷ് won in this war. As a result, French dominance was reduced in the പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു വിജയം. തൽഫലമായി ബ്രിട്ടീഷുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തു കേട്ടോ. നമ്മൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാം. നോക്കിയേ. ദ വാർ ഫോർട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഫോർ ഡൊമിനൻസ് ഇൻ സൗത്ത് ഇന്ത്യ വെർ നോൺ ആസ് ഡാഷ്. കർണാട്ടിക് വാർ കണ്ടോ, അങ്ങനെയും ചോദിക്കാം. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരെന്തായിരുന്നു? കർണാട്ടിക് യുദ്ധം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടി ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞില്ലേ, ആ ബോക്സിലെ കാര്യം ഞാൻ തരാം. നോക്കിയേ. പോർച്ചുഗീസ് ഒക്കുപ്പൈഡ് ടെറിട്ടറീസ്. പോർച്ചുഗീസ് അധീനതയിൽ വന്ന പ്രദേശങ്ങൾ ഏതെല്ലാം? പോർച്ചുഗീസുകാരുടെ അധീനതയിൽ വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇത് നോക്കിയേ. ഡച്ചുകാരുടെ അധീനതയിൽ വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഫ്രഞ്ചുകാരുടെ അധീനതയിൽ വന്ന പ്രദേശങ്ങൾ. നമ്മളിപ്പോൾ 3 എണ്ണത്തിനെ കുറിച്ച് പഠിച്ചില്ലേ? ആ 3 എണ്ണവും ഏതൊക്കെ രാജ്യങ്ങൾ അല്ലേ, രാജ്യങ്ങളല്ല, ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു എടുത്തത്? നോക്കിയേ. പോർച്ചുഗീസുകാർ വന്നിട്ട് കൊച്ചി, ഗോവ, ദിയു, ദമാൻ ഇതെല്ലാം എന്ത് ചെയ്തു?
അവരെടുത്തു. അതിനുശേഷമോ ഡച്ചുകാർ വന്നിട്ടോ നാഗപട്ടണം, അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര ഈ 4 എടുത്തു. ഫ്രഞ്ചുകാർ വന്നോ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ എല്ലാവരും 4 വെച്ച്. ആ 4 ഓർക്കണേ നിങ്ങളെ, തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ഈ 4 വീതം ഇവർ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ചുകാരും ഇത് ഇത്രയും പിടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമ്പോഴത്തേക്കും മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത്, വെൻ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? 1600. വില്യം ഹോക്കിൻസിന് ഒരു ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചത് ആരിൽ നിന്നാണ്? അല്ലെ എവിടെയാണ് അദ്ദേഹം ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത്? എവിടെയാവും നിങ്ങളെ എൻ്റെ ചോദ്യം. ഫ്രം ഹൂം ഡിഡ് വില്യം ഹോക്കിൻസ് ഒബ്റ്റെയിൻഡ് പെർമിഷൻ ടു സെറ്റപ്പ് എ ഫാക്ടറി ഇൻ ഇന്ത്യ? എവിടെ നിങ്ങളെ? മുഗൾ എംപറർ ജഹാംഗീർ. ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു. അവിടെ ഇംഗ്ലീഷും മലയാളം ഉള്ളതുകൊണ്ട് ഞാൻ വായിക്കുന്നത് അഥവാ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് തന്നെ എൻ്റെ സൗണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നം മാറിയിട്ടില്ല നിങ്ങളെ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ. അടുത്ത 36ാമത്തെ ചോദ്യം നിങ്ങളെ, ബാറ്റിൽ ഓഫ് പ്ലാസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1757 പ്ലാസി യുദ്ധം കേട്ടോ. പ്ലാസി യുദ്ധം 1757. ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത്. 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത്. ദ നവാബ് ഓഫ് ബംഗാൾ സിറാജുദ്ദൗള വാസ് ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ ബൈ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നിങ്ങളെ, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നമ്മൾ ആ ടെസ്റ്റ് വായിച്ചപ്പോൾ ഇതെല്ലാം പറഞ്ഞതാ. ബാറ്റിൽ ഓഫ് പ്ലാസിയെക്കുറിച്ച് വെറും 2 വരിയെ ഞാൻ എഴുതിയിട്ടുള്ളൂ, അത് എഴുതി പഠിക്കണം കേട്ടോ. ത്രൂ വിച്ച് വാർ ഡിഡ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ? ഏത് യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത്? ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിലാണ് 1757. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ബാക്സർ യുദ്ധത്തെക്കുറിച്ച് ഞാൻ ടെസ്റ്റിൽ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് 1764 നിങ്ങളെ ബാക്സർ യുദ്ധം നടന്നത്. അതിന് വളരെ പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല, പക്ഷെ ഡേറ്റ് പഠിക്കണം കേട്ടോ. ഡേറ്റ് ഇമ്പോർട്ടൻ്റാണ്. ഈ അടുത്ത മുമ്പ് നമ്മൾ പറഞ്ഞു ആംഗ്ലോ മൈസൂർ വാർ. മൈസൂറിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളുടെയും നയതന്ത്രങ്ങളുടെയും ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയതായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായ മൈസൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്നത്. അത് ആ ടെസ്റ്റിൻ്റെ അതിൽ കൊടുത്തിട്ടുണ്ട്. The princely state of India were captured by the British through war and diplomacy. The Anglo-Mysore was the war fought between the southern princely state of Mysore and the English East India Company. അല്ലേ? അഥവാ എന്തെങ്കിലും അറിയത്തില്ല, മലയാളം കിടപ്പുണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. 39ാമത്തെ ചോദ്യം അല്ലേ, ഇത്രയേ ഉള്ളോ? അടുത്തത് ആംഗ്ലോ മറാത്ത വാറിനെ കുറിച്ചുകൊണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. എല്ലാത്തിൻ്റെയും 2 വരി എഴുതിയിട്ടുള്ളൂ നിങ്ങളെ. ദർ വാസ് വെയർ ഫോർട്ട് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ മറാത്ത കിങ്ഡം. വിത്ത് ദ തേർഡ് ആംഗ്ലോ മറാത്ത വാർ ദ മറാത്ത ടെറിട്ടറീസ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് കൺട്രോൾ. കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ വാരി വലിച്ചിട്ടില്ല. 2 പോയിന്റ് വീതമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ 8ാം ക്ലാസ്സാണ്, ഹൈസ്കൂളായി, ഇനിയിപ്പോൾ നല്ലതുപോലെ സോഷ്യലൊക്കെ എഴുതിയെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതെങ്കിലും പഠിക്കണം കേട്ടോ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും ചേർന്നൊരു യുദ്ധമുണ്ട് അല്ലേ, ഏതാ? ആംഗ്ലോ സിഖ് യുദ്ധം. അതുകൂടെ ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ നികുതി നയങ്ങൾ. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, കാരണം എന്താണെന്നറിയോ, ടെസ്റ്റിൽ ഓൾറെഡി നല്ല രീതിയിൽ അവർ എഴുതി എല്ലാം വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, മലയാളം മീഡിയക്കാർക്ക് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പഠിച്ചു കഴിഞ്ഞു എന്ന് എല്ലാവരും പറയാമെങ്കിൽ നമുക്ക് ബാക്കി ഭാഗം വായിച്ചിട്ട് നോട്ട് തരാം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതുപോലെ തന്നെ നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ മാത്സ്, പിന്നെ സയൻസ്, സോഷ്യൽ, ഈ സയൻസ് എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ സോഷ്യൽ, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ നോക്കിയാൽ മതി. ബീനാസ് ലേണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ ചാനലിൽ കയറി ചാനൽ എടുക്കണം കേട്ടോ. ചാനൽ എടുത്തിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ പുതിയ ടെസ്റ്റിൻ്റെ എന്നും ഞാൻ ഓരോ ലിങ്ക് ഇടുന്നുണ്ട്
കേട്ടോ. അതുപോലെ 6ാം ക്ലാസ്സുകാരെ ഇളയ പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 5ഉം 7ഉം ഒക്കെ കഴിഞ്ഞ വർഷം മാറ്റമല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ പുസ്തകം. അപ്പോൾ അതിൻ്റെ നോട്ട് നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ നോട്ടെല്ലാം. കാരണം ഈ ഉപകരിക്കട്ടെ എന്ന് വെച്ചാൽ മലയാളം വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്കോ അല്ല ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്കോ രണ്ടും കൂടിയാണ് കുഞ്ഞുങ്ങളെ ഞാൻ എഴുതിയിട്ടേക്കുന്നത് അത് കേട്ടോ. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ തരണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ബാക്കി ഇടുന്നത് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ഇടുന്നുണ്ട്. അത് നമുക്കൊരു ദിവസം ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്